മരിയൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാലട പ്രഥമനാണ്. ഈസി വേർഷൻ ആയിട്ടുള്ള പാലട പ്രഥമൻ. പാലട പ്രഥമൻ സാധാരണ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട്ടിലെല്ലാവരും സദ്യക്കൊക്കെ ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട ദൈവമേ എന്നാ ബുദ്ധിമുട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത്. അത്രയും പാലും വേണം. പാല് വറ്റി വറ്റി വന്നാലാണ് പാലട പ്രഥമന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുത്ത നല്ല പാലട പ്രഥമനാണ് ഈ ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഈ പായസം എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പായസം ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണ്. പക്ഷെ സാധാരണ സദ്യക്കും ട്രഡീഷണലൊക്കെ ആയിട്ട് ഈ പായസം ചെയ്യുമ്പോൾ അത് വലിയ ഉരുളിയിലൊക്കെയാണ് ചെയ്യുക. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ ഈസി വേർഷൻ ആയതുകൊണ്ടും നമുക്ക് ഗ്യാസിന്റെ മുകളിലൊക്കെ ഉരുളി കയറ്റി വെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല പാൽ അടി പിടിച്ച് പോകാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിന്റെ ഒരു അരിയടയുടെ പാക്കറ്റാണ്. സാധാരണ പാലട പ്രഥമൻ ചെയ്യണ അട ഇതാണ്. ഇതിന്റെ ബ്രൗൺ ഷെയ്ഡുള്ളതും ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും. അത് മട്ടരി കൊണ്ട് ചെയ്ത് വരുന്നതാണ്. അതാവുമ്പോൾ ലാസ്റ്റ് പായസം ചെയ്ത് വരുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു കളർ കിട്ടും. ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ കളർ വൈറ്റ് ആയിരിക്കുന്നു മാത്രം. 200 ഗ്രാമിന്റെ അടയിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. 1.5 ലിറ്റർ പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് പായസത്തിന് കിട്ടും. ഇനി 1.5 ലിറ്റർ പാലിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 ലിറ്റർ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ചേർക്കുന്നത് പാൽ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാൽ ഒരുപാട് ലൂസായി പോകും. പിന്നെ അത് വറ്റി വരാനായിട്ട് ഒരുപാട് സമയം വേണം. അതേമാതിരി അതിന്റെ ടേസ്റ്റും പോകും. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തള വരുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പക്ഷെ തള വന്നു കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിൽ ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രം ആയാലും ചിലപ്പോൾ അത് അടിപിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അട ഒന്ന് കഴുകിയെടുക്കാം. അട കഴുകാനായിട്ട് സാധാ പച്ചവെള്ളം തന്നെ ഉപയോഗിക്കുക. ചൂടുവെള്ളം ഉപയോഗിക്കരുത്. പച്ചവെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ ഇത് തിരുമ്മി തിരുമ്മി കഴുകരുത്. ഇങ്ങനെ അലമ്പി അലമ്പി കഴുകി കൊടുക്കാം. ഒരു 3 പ്രാവശ്യങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. കാരണം അട നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. ഇത് 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് ഇങ്ങനെ അലമ്പി അലമ്പി കഴുകി കഴിയുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇത് എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ അതേമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് പാല് റെഡി ആവുന്ന സമയം കൊണ്ട് ഈ അട നല്ല സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും. അപ്പൊ നമുക്ക് പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികം സമയം വേണ്ട ഇത് വെന്ത് വരാനായിട്ട്. ഇല്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പൊ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു 10 മിനിറ്റ് പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ പാല് നന്നായി തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് സിമ്മിലിട്ടിട്ട് വേണം നിങ്ങൾ പിന്നെ ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ മധുരത്തിന്റെ അളവ് ഓരോരുത്തർക്കനുസരിച്ചും വ്യത്യാസപ്പെടില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അട ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം തന്നെ ഇല്ല. ഇനി ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തള നന്നായി വന്നു കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പാലും അടയും വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാല് നന്നായിട്ട് കുറുതായി വരും ചെയ്യും, അട വേവും ചെയ്യും. അപ്പൊ പാലും അടയും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്മൾ ഒഴിച്ച ആ പാലിന്റെ ക്വാണ്ടിറ്റി അല്ല, അതിനേക്കാളും ഒരുപാട് അത് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ പാല് നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. പാൽ തിളയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഇത് സിമ്മിലിടുക. ഇപ്പൊ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അടയും അതേമാതിരി തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇളക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ പാല് ഇളക്കുമ്പോൾ പാലാണ് പോന്നായിരുന്നത്, അട പോരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ അടി അടക്കം വരുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇപ്പൊ കോരി നോക്കിയാൽ തന്നെ അറിയാം അടിയും പാലും കൂടിയിട്ട് ഒരുമിച്ചാണ് വരുന്നത്. നേരത്തെ അങ്ങനെയല്ലല്ലോ, പാലും അടിയും സെപ്പറേറ്റ് ആയിട്ടല്ലേ വീണുണ്ടായിരുന്നത്. ഇപ്പൊ അത് കറക്റ്റ് ആയി. അടിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ജോയിന്റ് ആയിട്ട് ആ പാലടേന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ ഒരു രൂപത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ചൂടാറണ വരെ ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം.
ഇതിപ്പോ ഒരുവിധം നന്നായിട്ട് അങ്ങ് ചൂടാറിയിട്ടുണ്ട്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ പാട കിട്ടും. ചൂടോട് കൂടി നിങ്ങൾ ഇറക്കി വെച്ച് പോയി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ പാട കിട്ടും. പാട കെട്ടിക്കഴിഞ്ഞ് ടേസ്റ്റ് ഒക്കെ പോവും. ആ പാടയിലാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അതങ്ങ് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ പോവും. പാലടപ്രഥമന്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. നേരത്തെ ആ ചൂടിൽ കണ്ട ആ ഒരു ഇതിലല്ല, ഒന്നുകൂടിയും കട്ടിയായിട്ടുണ്ട്. അതേമാതിരി പാത്രത്തിന്റെ അരിവശമൊക്കെ കണ്ടറിയാം പാലൊക്കെ ഒരുപാട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലും വറ്റി കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് ആവുക. പക്ഷെ അങ്ങനെ വറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തികയത്തില്ല. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ചൂട് ഒട്ടും തന്നെ ഇല്ല. ഇപ്പൊ നോക്കിയേ, നേരത്തെക്കാളും കട്ടിയായിട്ടുണ്ട്. ഇപ്പൊ പാലും അടിയും ഒരൊറ്റ ഒരു ഇതിലാണ് വീണിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കണം പാലടപ്രഥമന്റെ ലാസ്റ്റത്തെ ഫോമിൽ വരുന്നത്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതിപ്പോ ഒരു ഇളം റോസ് കളറാണ്. പക്ഷെ ആ ക്യാമറേന്റെ വെളിച്ചത്തിൽ അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഒരു ഇളം റോസ് കളറിലാണ് ഇപ്പൊ ഈ പാലടപ്രഥമൻ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഒന്നും കൂടി റോസ് കളർ നിങ്ങൾക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇനി വേവിക്കാതെ തന്നെ ഒരു വഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ, നിങ്ങൾ എടുക്കുന്ന അടേന്റെയും പാലിന്റെയും ഇതിനനുസരിച്ച് വ്യത്യാസപ്പെടും. പിന്നെ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര എടുത്തേക്ക്. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കാരമലൈസ് ചെയ്യണം. ആ കാരമലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ഇത് വരും. ഒരുവിധം അത് ഉരുക്കി തുടങ്ങി കഴിഞ്ഞ് ഒരു സ്പൂൺ വെച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇതിപ്പോ കാരമൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പൊ തന്നെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ചെയ്യുന്നത് പായസത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കാരമൽ ആയത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നേരിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എനിക്കിപ്പോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യേണ്ട കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പായസത്തിന്റെ കളർ മാറണ കണ്ടോ? ഒരു റോസ് കളർ വരുന്നത് കണ്ടോ? എളുപ്പപ്പണിയിൽ റോസ് കളർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു റോസ് കളർ നമുക്ക് കിട്ടും. പക്ഷെ ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല. സാധാ നമ്മള് എന്താ പറയാ വൈറ്റ് കളറിന് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കാരമലൈസ് ചെയ്തിട്ട് ഇതേമാതിരി ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പപ്പണിയിൽ ഒരു റോസ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇത് തണുത്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ